ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു. നാരായണീയം ദശകം 43 ശ്ലോകം 1. തൃണാവർത്തവധം. ഭഗവാൻ കുഞ്ഞിനെ, അതായത് ഈ കംസൻ പല പല രാക്ഷസന്മാരെല്ലാം കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞു വിടുന്നുണ്ട്. ഇനി അങ്ങനെ വിട്ടതാണ് ഇനി തൃണാവർത്തവധം. അതിനു മുമ്പേ നമ്മൾ ശകടാസുരവധമായിരുന്നു വായിച്ചത്. നമുക്ക് ഇത് വായിക്കാം. തൃണാവർത്തവധം. ത്വാം ഏകദാ ഗുരുമരുൾ പുരനാഥാവോഢും ഗാഠാതിഗുരൂഢ ഗരിമാണം അവാരയന്തി മാതാനിധായ ശയനേ കിമിദം ബദേതി ധ്യായന്ത്യചേഷ്ടത ഗൃഹേഷു നിവിഷ്ടശങ്ക. ത്വാം ഏകദാ ഗുരുമൽപുരനാഥാവോഢും ഗാഠാതിരൂഢ ഗരിമാണം അപാരയന്തി മാതാനിധായ ശയനേ കിമിദം ബദേതി ധ്യായന്ത്യചേഷ്ടത ഗൃഹേഷു നിവിഷ്ടശങ്ക. ഇതിൽ പറയുന്നു, ഭഗവാനെ, പട്ടത്തിരിപ്പാട് ഭഗവാനോട് പറയുന്നു, ഗുരുവായൂരപ്പ, ഒരിക്കൽ അമ്മയായ യശോദ കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് കുഞ്ഞിനെ ഒരു കനം തോന്നി, ഭാരം തോന്നി പെട്ടെന്ന്. കാരണം എന്തോ ഒരിക്കലും എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന രീതി അല്ലാതൊരു പെട്ടെന്ന് തന്നെ കുഞ്ഞിന് അധികമായ ഭാരം വർദ്ധിച്ചതുപോലെ ആ യശോദാമ്മയ്ക്ക് തോന്നി. ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് വല്ലാതെ ഭാരം കൂടുതലായി എടുക്കാൻ വയ്യാത്ത നിലയിലായി. ഭാരം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം അവർക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഉടനെ ആ അമ്മ എന്ത് ചെയ്തു? കുഞ്ഞിനെ കിടക്കയിൽ കിടത്തി. കാരണം കുഞ്ഞിന് ഭാരം വന്നതുകൊണ്ട് അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല കൈക്ക്. അങ്ങനെ അവർ കിടക്കയിൽ തന്നെ കുഞ്ഞിനെ കിടത്തിയിട്ട് ഭഗവാനെ, ഈശ്വരനെ ധ്യാനിച്ചു. ഇതെന്താ ഇങ്ങനെ കുഞ്ഞിന് പെട്ടെന്നൊരു ഭാരം വന്നത് ഭഗവാനെ എന്നിങ്ങനെ അവർ പ്രാർത്ഥിച്ചു. നമുക്കും ചില ഭാരങ്ങൾ വരും. ഇത് ആ യശോദാമ്മയ്ക്ക് വന്ന ഭാരം, കുഞ്ഞിന് ഭാരം വർദ്ധിച്ചു. നമുക്ക് പല പല കാര്യങ്ങൾ കൊണ്ട് നമുക്കും ചിലപ്പോൾ ഭാരങ്ങളിങ്ങനെ വർദ്ധിക്കും, വിഷമം കൂടിക്കൂടി വരും. അപ്പോൾ എന്തു വേണം? ധ്യാനിക്കണം. എല്ലാവരും ഇങ്ങനെ വേണം ചിന്തിക്കാൻ. നമ്മളിത് വായിക്കുമ്പം മനസ്സിലാക്കണം, നമുക്കും പല പല പ്രയാസങ്ങളും ഭാരങ്ങളും വരുമ്പോൾ ഭഗവാനേ എന്നുള്ള ഒരു ചിന്ത എപ്പോഴും വേണം. അത് ആ യശോദാമ്മയും അതുപോലെ തന്നെ, എന്താ കുഞ്ഞിനിങ്ങനെ ഭാരം, ഭഗവാനേ ഒന്നും വരുത്തരുതേ. കാരണമല്ല, പൂതനയുടെ അനുഭവം കൊണ്ട്, പൂതനാവധം മനസ്സിലിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എപ്പോഴും അവിടുത്തെ ഗോപികമാർക്കും ഒക്കെ കുഞ്ഞിനെ പറ്റിയൊരു ചിന്തയുണ്ട്. അങ്ങനെ ഈ കുഞ്ഞിന് എന്തു പറ്റി ഇങ്ങനെ ആയത്? എന്താ ഈശ്വര, പെട്ടെന്ന് ഇങ്ങനെ ഭാരം വർദ്ധിക്കാൻ കാരണം എന്താ? ഇങ്ങനെ വിഷമിച്ച് ചിന്തിച്ച് ആ യശോദാമ്മ. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 2. താവത് വിദൂര ഉപകർണിത ഘോരഘോഷ വ്യാജൃംഭി പാംസു പടലി പരിപൂരിദാശ വാത്യാവു സകില ദൈത്യവരസ്തൃണാവർത്ത ആഖ്യോ ജഹാര ജനമാനസഹാരിണം ത്വാം. താവത് വിദൂരം ഉപകർണിത ഘോരഘോഷ വ്യാജൃംഭി പാംസു പടലി പരിപൂരിദാശ വാത്യാവു സകില ദൈത്യവരസ്തൃണാവർത്ത ആഖ്യോ ജഹാര ജനമാനസഹാരിണം ത്വാം. ഇവിടെ ആ അമ്മ കിടത്തിയിട്ട് ഇങ്ങനെ ധ്യാനിച്ച്, ഇതെന്താ ഇങ്ങനെ കുഞ്ഞിന് ഭാരം വർദ്ധിച്ചത്. അങ്ങനെ മാതാവ് യശോദാമ്മ കുഞ്ഞിനെ കിടത്തിയിട്ട് പോയ സമയം, അങ്ങനെ കുഞ്ഞിനെ കിടത്തിയിട്ട് എന്തിനെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ പോകുമല്ലോ, എപ്പോഴും കുഞ്ഞിനെ കൂടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം കൈയൊക്കെ ഇങ്ങനെ ഭാരം കൊണ്ട് വയ്യാതെ ആയപ്പോൾ കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് പോയ സമയം നോക്കി വളരെ ദൂരെ നിന്ന് കേൾക്കുന്ന ഭയങ്കര ഇരമ്പൽ ശബ്ദം. അപ്പോൾ ആ യശോദാമ്മ ഇത് ഇങ്ങനെ കേൾക്കുന്നു ദൂരേന്നേ. നമുക്കറിയാമല്ലോ, മഴ തന്നെ ഇരച്ചോണ്ട് വരുമ്പോൾ ഒരു പ്രത്യേക സൗണ്ട്, അതുപോലെ ഇരമ്പലായിട്ടുള്ള ശബ്ദത്തോടും ഭാരിച്ച പൊടിപടലും. അപ്പോൾ അതിഭയങ്കരമായ കാറ്റ്, ചുഴലി, ഇങ്ങനെയൊക്കെ നമുക്ക് തന്നെ അറിയാം. ഇതൊക്കെ ഒരു പിശാചുക്കളുടെ ലക്ഷണം പോലെ അത് അവിടെ ഈ യശോദാമ്മ കാണുന്നു. ദൂരേന്നേ ഭയങ്കര ഇരമ്പൽ ശബ്ദവും അതോടൊപ്പം തന്നെ ഭാരിച്ച പൊടിപടലം.
അപ്പോൾ ആ പൊടിയുടെ പടലം കൊണ്ട് ദിക്കൊന്നും കാണാത്ത വണ്ണം അവിടെ ഒന്നും ആരും തിരിച്ചറിയാൻ പറ്റത്തില്ല. ഈ പൊടി കൊണ്ടങ്ങ് നിറഞ്ഞ് അങ്ങനെ തൃണാവർത്തൻ എന്ന് പേരുള്ള ആ അസുര വീരൻ ചുഴലിക്കാറ്റായി വന്ന് ജനമനസ്സുകളെ അപഹരിക്കുന്ന മനോഹരനായ നിന്തിരുവടിയെ അപഹരിച്ചു. എല്ലാവരെയും ആകർഷിക്കുന്ന ഭഗവാൻ ആ കുഞ്ഞ്, എല്ലാവരുടെയും മനസ്സ് കവരുന്ന കുഞ്ഞ്, ആ കുഞ്ഞിനെ ഈ ദുഷ്ടനായ തൃണാവർത്തൻ അപഹരിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ അത് ഭട്ടതിരിപ്പാട് പറയുക, ഭഗവാൻ എല്ലാവരെയും അവിടെയുള്ള ജനങ്ങളുടെ എല്ലാവരുടെയും മനസ്സിനെ ആകർഷിച്ചെടുക്കുന്ന ഭഗവാനെ, ആ ഭഗവാനെ തന്നെയാണ് ഈ തൃണാവർത്തൻ അപഹരിച്ചു കൊണ്ടുപോയി. അയാൾ വന്നതിൻ്റെ ആ പൊടിപടലങ്ങളും ആ ഇരമ്പലും എല്ലാം ഈ തൃണാവർത്തൻ അവിടെ വന്ന് അവൻ്റെ മായ കൊണ്ടാണ് ഭഗവാൻ ആ കുഞ്ഞിന് അത്രയും ഭാരം വർദ്ധിച്ചത്. മാതാവ് സമീപത്തില്ലാത്ത അവസരം നോക്കി തൃണാവർത്തൻ എന്ന ഭയങ്കര അസുരൻ ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ വന്ന് ശിശുരൂപത്തിൽ കിടക്കുന്ന ഭഗവാനെ അപഹരിച്ചുകൊണ്ട് ഉയർന്നങ്ങ് പൊങ്ങി. ആ ഭഗവാനവിടെ കുഞ്ഞായി കിടക്കുന്നതിലും യഥാർത്ഥ നാരായണനാണല്ലോ കൃഷ്ണൻ. അപ്പോൾ ഈ തൃണാവർത്തന് ആ ഒരു പൊടി കുഞ്ഞായി കിടക്കുന്നതിലും അത് ഭഗവാനാ. ആ കുഞ്ഞാണെങ്കിൽ എല്ലാ മനസ്സുകളെയും അപഹരിക്കുന്ന ചോരൻ കള്ളനാണ് കണ്ണൻ. എല്ലാ ഭക്തന്മാരുടെയും മനസ്സിനെ അപഹരിക്കുന്ന ഭഗവാൻ കുഞ്ഞിനെ ഈ തൃണാവർത്തൻ അപഹരിച്ചുകൊണ്ട് പോയി. മനുഷ്യ മനസ്സുകളെ, അതാണ് നമ്മളെപ്പോലുള്ള ഭക്തന്മാരായിരിക്കുന്ന മനുഷ്യ മനസ്സുകളെ അപഹരിക്കുന്ന ഭഗവാനെ തൃണാവർത്തൻ അപഹരിച്ചു എന്നതാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത്. എല്ലാവരെയും തന്നിലേക്ക് ആകർഷിച്ച് അവരുടെ മനസ്സിൽ കുടികൊള്ളുന്ന ഭഗവാനെ താൻ ഇതാ എടുത്തുകൊണ്ട് പോകുകയാണ് എന്ന് ആ അസുരൻ കരുതി. നീ എല്ലാവരുടെയും മനസ്സിനെ കവർന്നെടുക്കുന്നു, എന്നാൽ നിന്നെ ഞാൻ പൊക്കിയെടുത്ത് പോകുക എന്നുള്ള ഒരു അഹങ്കാരത്തോടുകൂടി ആ അസുരൻ കുഞ്ഞിനെയും കൊണ്ട് പോയി. ഇനി ഈ കുഞ്ഞ് എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് ധരിച്ചാണ് ഉയർന്ന് ലോകം മുഴുവൻ ധരിക്കുന്ന ഈ കുട്ടിയെ പൊക്കിയെടുത്ത് താഴെയിട്ട് കൊല്ലാൻ താൻ ഒരുമ്പെട്ടല്ലോ എന്നൊരഹങ്കാരം. എല്ലാവരുടെയും മനസ്സിനെ അപഹരിക്കുന്ന നിന്നെ ഞാൻ നിനക്കിനി രക്ഷയില്ല എന്ന് ആ കുഞ്ഞിനോട് ഇവൻ്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചുകൊണ്ടാണ് ഇനി കൊല്ലാനായിട്ട് കൊണ്ടുപോയത്. അഹങ്കാരവും ഈ അവന് അസുരനുണ്ടായി. അതിൻ്റെ ഫലം നമുക്ക് അടുത്ത ശ്ലോകത്തിൽ വായിക്കാം. അവൻ്റെ അഹങ്കാരത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കണം. ഇത്രത്തോളമൊക്കെ ഓരോ വിഷമങ്ങൾ വരുമ്പോൾ ആ അമ്മയുടെ പ്രാർത്ഥന, അതാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞിന് വരുന്ന ഒരു വിഷമം നമുക്ക് എല്ലാവർക്കും പല രീതിയിലാണ്. നമ്മുടെ വീട്ടിലെ ഭവനങ്ങളിലെല്ലാം വിഷമങ്ങളും ഭാരങ്ങളും വരുമ്പോൾ ഭഗവാൻ തന്നെയാണ് ആശ്രയം എന്ന് ഇവിടെ ഭട്ടതിരിപ്പാടും അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് നമുക്കും അങ്ങനെ തന്നെ കാണാം. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 3. ഉദ്ദാമപാംസു തിമിരാഹതദൃഷ്ടിപാദേ ദൃഷ്ടും കിമപ്യകുശലേ പശുപാലലോകേ ഹാ ബാലകസ്യ കിം ഇതി ത്വൽ ഉപാന്തം ആപ്താ മാതാ ഭവന്തം അവിലോക്യ ഭൃശം രുരോധ. ഉദ്ദാമപാംസു തിമിരാഹതദൃഷ്ടിപാദേ ദൃഷ്ടും കിമപ്യകുശലേ പശുപാലലോകേ ഹാ ബാലകസ്യ കിം ഇതി ത്വത് ഉപാന്തം ആപ്താ മാതാ ഭവന്തം അവിലോക്യ ഭൃശം രുരോധ. ഒന്നും കൂടി. ഉദ്ദാമപാംസു തിമിരാഹതദൃഷ്ടിപാദേ ദൃഷ്ടും കിമപ്യകുശലേ പശുപാലലോകേ ഹാ ബാലകസ്യ കിം ഇതി ത്വത് ഉപാന്തം ആപ്താ മാതാ ഭവന്തം അവിലോക്യ ഭൃശം രുരോധ. ഇവിടെ ഇതിൽ പറയുന്നു, ഭയങ്കരമായ ചുഴലിക്കാറ്റല്ലയോ, ആ കാറ്റടിച്ചപ്പോൾ എന്ത് വന്ന് പൊടിപടലങ്ങളെല്ലാം പൊങ്ങി ഉയർന്ന്. അപ്പോൾ ഭയങ്കരമായ കാറ്റടിച്ച് പൊങ്ങി ഉയർന്നു പരന്ന പൊടിപടലം കൊണ്ടുണ്ടായ ഇരുട്ടിൽ അപ്പോൾ അവിടെ എല്ലാം ഇരുട്ടായി. കാരണം സൂര്യപ്രകാശം ഇങ്ങോട്ട് ഭൂമിയിലേക്ക് അടിക്കാതിരിക്കുന്ന രീതിയിലാണ് അവിടെ പൊടിപടലം കൊണ്ട് നിറഞ്ഞത്. അങ്ങനെ അപ്പോഴവിടെ ഇരുട്ടിൽ ഒന്നും തന്നെ കാണാൻ വയ്യാതിരുന്നതിനാൽ ഗോപന്മാർ പകച്ചു നോക്കി നിന്നു. എന്താ അവിടെ സംഭവിക്കുന്നേ, ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്നിങ്ങനെ നോക്കി പകച്ചു നിന്നു ഗോപന്മാർ. അവർക്ക് കുഞ്ഞിനെ കാണാനും ആയില്ല. അസുരൻ ഉണ്ണിയെ കൊണ്ട് പോയതും അവർ കണ്ടില്ല. അപ്പോൾ എൻ്റെ കുഞ്ഞിന് എന്തു പറ്റി എന്ന് പരിഭ്രമിച്ചുകൊണ്ട് യശോദ കുഞ്ഞിനെ കിടത്തിയിരുന്നിടത്ത് ചെന്ന് നോക്കിയപ്പോൾ അവിടെ കണ്ടില്ല. കാരണം ഈ ഇരമ്പലും ഈ അടിച്ചു പറത്തുന്ന കാറ്റും അതുപോലെ തന്നെ പൊടിപടലം കണ്ടപ്പോൾ എന്തോ സംഭവിച്ചെന്ന് യശോദാമ്മ ഓടി വന്ന് നോക്കുന്ന, കുഞ്ഞിന് എന്ത് പറ്റി ദൈവമേ എന്നും വന്ന് നോക്കിയപ്പോൾ അവിടെ കുഞ്ഞിനെ കണ്ടില്ല. കുഞ്ഞിനെ കാണാതെ വന്നതിനാൽ യശോദ വാവിട്ട് നിലവിളിച്ചു പോയി. കാരണം നമുക്കെല്ലാവർക്കും അനുഭവം കാണും.
ഇങ്ങനെ കുഞ്ഞുങ്ങളെ കാണാതെ പോകുമ്പോഴുള്ളൊരു അവസ്ഥ അതുപോലെ ആ യശോദാമ്മയും നിലവിളിച്ചു പോയി. താൻ കിടത്തിയിരുന്നിടത്ത് ഉണ്ണിയെ കാണാതെ വന്നതിനാൽ ഉണ്ണി എങ്ങോട്ട് പോയെന്നറിയാതെ കരയുക. അതുപോലെയുള്ള സമയത്ത് ഏതൊരമ്മയ്ക്കും തോന്നുന്ന അതേ വികാരം തന്നെ യശോദാമ്മയ്ക്കും അതിഭയങ്കരമായ നിലവിളിയായിരുന്നു. നമ്മൾക്കിങ്ങനെ വിചാരിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോഴും വരുന്നത് വരെയും നമുക്ക് ഉറക്കവും ഊണും ഇല്ലാതെ വിഷമിച്ച് നോക്കി ആരെ ചിന്തിച്ചിരിക്കും? ഭഗവാനെ ചിന്തിച്ചിരിക്കണം. എപ്പോഴും ഉള്ളിൽ ഭയം വേണം. ഭഗവാനെ, കുട്ടി ഇന്നടത്തോട്ട് പോയിരിക്കുന്നു, നമ്മുടെ മക്കളെ ഇങ്ങനെ നമ്മൾ ചിന്തിക്കണം. മക്കളെന്നല്ല, സർവ്വതും നമുക്ക് ഭാരം വർദ്ധിക്കും മനസ്സിന്. എന്താ, കുഞ്ഞ് വരുവോളം നമുക്ക് എവിടെ പോയാലും വീട്ടിൽ കിടക്കുമ്പോഴും കതക് തുറന്നിട്ടേക്കരുത്, വല്ല കള്ളന്മാരിട്ട് പോകും, എന്തെല്ലാം രീതിയിലാണ് ഇന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത്. ഇതൊക്കെ ഒരു പാഠമാണ്. ഇത് അന്നേ ഉണ്ട്. അന്ന് ഇതുപോലെ ശത്രുക്കളായിരിക്കുന്ന അത് ഇന്നും ഇത് തന്നെയാണ്. നമ്മളിത് മനസ്സിലാക്കാനാണ് അന്നേ ഇങ്ങനെ ഉണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളെ വളരെ സൂക്ഷിക്കണം. തൊട്ടിലിട്ട് ഉറക്കി കിടന്നിട്ട് തള്ളമാർ പോയി അടുക്കള പണി ചെയ്യും. അപ്പോഴെന്ത് വരും? കതകും തുറന്നിട്ടേക്കും, പേടിയില്ല. അപ്പം ദുഷ്ടനായ പിശാചുക്കൾ വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആരും അറിയത്തില്ല. ഇത് അന്നും ഇന്നും എപ്പോഴും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയണം. എപ്പോഴും എന്ത് വേണം? ഉള്ളിൽ ഭഗവാനെ ധ്യാനിച്ച് നമ്മൾ വളരെ സൂക്ഷിച്ച് വരാനുള്ളത് വഴി തങ്ങാതെ വന്നു പോകും. ദൈവമേ, അത് വരുത്തരുതേ എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ കണ്ണിൽ കൊള്ളുന്നത് പിരിയത്ത് തട്ടി ദോഷങ്ങളകലും. നമുക്ക് എപ്പോഴും ഭഗവാനിൽ ചിന്ത വേണം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.